ദയയുടെ ട്യൂഷൻ അധ്യാപകനായിരുന്നു പീറ്റർ സാർ. കണക്കിൽ അല്പം വീക്കായിരുന്ന ദയയെ ഒരു തരത്തിൽ ഉന്തിത്തള്ളിയാണ് പാരൻസ് പീറ്റർ സാറിൻ്റെ അടുക്കൽ വിടുന്നത്. പിന്നെ എന്തിനാണ് പീറ്റർ സാറിൻ്റെ അടുത്ത് പോയത് എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് തന്നെയാകും ദയയുടെ ഉത്തരം. പീറ്റർ സാറിൻ്റെ അടുത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ കണക്ക് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ദയയായിരുന്നു. ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യുന്ന പീറ്റർ സാറിനെ ദയക്കെന്നല്ല, ആ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും തന്നെ പേടിയാണ്. ഓരോ പ്രോബ്ലംസും പഠിപ്പിക്കുമ്പോൾ ഒരു തവണ പറഞ്ഞു തന്ന് ഇനി ചെയ്യൂ എന്ന് ഉറക്കെ കൽപ്പിക്കുന്ന പീറ്റർ സാർ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദയയെ കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങും. അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും പ്രോബ്ലംസ് നോക്കി അതെല്ലാം കറക്റ്റ് ചെയ്തു വെക്കും. അതുകൊണ്ട് തന്നെ ദയയ്ക്ക് കണക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുമില്ല. എന്തിനാണ് പീറ്റർ സാർ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ദയ ചിന്തിച്ചിട്ടുണ്ട്. അത് ചോദിക്കാനുള്ള ധൈര്യമൊന്നും ദയക്കെന്നല്ല, ആ ട്യൂഷൻ ക്ലാസ്സിലെ ആർക്കും ഉണ്ടായിരുന്നില്ല. ട്യൂഷൻ ക്ലാസ്സിൽ വരുന്നവരോട് മാത്രമല്ല കേട്ടോ, പീറ്റർ സാറിന്റെ 3 കുട്ടികളുണ്ട്. അവരെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് അതിലെയും ഇതിലെയും ഒക്കെ നടക്കും. കൊച്ചുകുട്ടികളല്ലേ, കളിച്ച് നടക്കും. അതൊന്നും പീറ്റർ സാറിന് ഇഷ്ടമല്ല. അവരോടും ഷൗട്ട് ചെയ്യും. ഈ ഷൗട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ ഞെട്ടി അപ്പുറത്തേക്ക് മാറി നിൽക്കും. കളികളെല്ലാം അവസാനിപ്പിക്കും. വീണ്ടും വീണ്ടും ദയയുടെ മനസ്സിൽ ഈ ചിന്തയായിരുന്നു, എന്താണ് ഈ പീറ്റർ സാർ ഇങ്ങനെ? പിന്നീട് ആരോ പറഞ്ഞ് ദയ അറിഞ്ഞു, പീറ്റർ സാർ ഒരുപാട് പഠിച്ചു അത്രേ. എന്നാൽ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം ബാക്കിയായി. പല ടെസ്റ്റുകൾക്കും പോയി, പക്ഷെ എവിടെയും എത്തിയില്ല. എവിടെയും എത്താത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണത്രേ പീറ്റർ സാറിനെ ഇങ്ങനെയാക്കി മാറ്റിയത്. സാഹചര്യങ്ങൾ മനുഷ്യനെ പലതരത്തിൽ മാറ്റിയിരിക്കും. എന്നാൽ നമ്മുടെ മാറ്റങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവരെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നതുകൂടി വല്ലപ്പോഴും ചിന്തിക്കുന്നത് നന്നായിരിക്കും.